ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു കാസർഗോഡൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു കൽത്തപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കനലൊക്കെ ഇട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്ന ഈ ഒരു കൽത്തപ്പം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പലരും ഇങ്ങനെ ചെയ്യാറില്ല, ഇപ്പോൾ എല്ലാവരും ഗ്യാസിലാണല്ലോ. അപ്പോൾ തട്ടിക്കൂട്ടിയൊക്കെയാണ് ഇപ്പോൾ പലരും ചെയ്യാറ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉമ്മ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളൊക്കെ പോയാൽ എന്തായാലും ഉമ്മ ഇതിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഇഷ്ടമാണ് ഈ ഒരു കൽത്തപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മറുനാട്ടിലുള്ളവർക്കൊക്കെ കാണുമ്പോൾ ഇതൊരു പുതുമയായിരിക്കും. അതുപോലെ ഇപ്പോഴത്തെ പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ പോലും ഇപ്പോൾ ഈ അടുപ്പൊക്കെ കണ്ടിട്ട് കുറേയായി. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലൊക്കെ ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് നമ്മുടെ ദോശ റൈസ്, ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ആട്ടുകല്ലിലൊക്കെയാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ പിന്നെ അരച്ചെടുക്കുന്നത് ബ്ലെൻഡറിൽ തന്നെയാണ് എല്ലാവരും. പിന്നെ ഇതിൻ്റെ കൂടെ 1/2 കപ്പ് നമ്മുടെ പുഴുക്കലരിയുടെ ചോറ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പോളം ചിരകിയ തേങ്ങ, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു ചെറിയ കഷ്ണം സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരളവിൽ ഇത്രയും സവാള മതി കേട്ടോ. ഇനി നമുക്ക് അരക്കാൻ പാകത്തിന് ഒരു ഓൾമോസ്റ്റ് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നല്ല മഷി പോലെ അരച്ചെടുക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലെൻഡറിൽ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടലായിട്ട് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവിനേക്കാളൊക്കെ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ. പക്ഷെ നമ്മൾ സാധാരണ നമ്മുടെ നീർദോശയില്ലേ, അതിനേക്കാളും കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയിലോട്ട് കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഉരുളി നന്നായി ചൂടാവണം കേട്ടോ, നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ അടുപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചിരട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ചിരട്ട ഇതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കനൽ ഇട്ട് കൊടുക്കാനായിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിരട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തീ കത്തിച്ചിട്ട് നല്ലോണം ചൂടാക്കി എടുക്കാം കേട്ടോ. ആ ഒരു ഉരുളി നന്നായിട്ട് ചൂടാവണം. അതുപോലെ നമ്മുടെ ആ ഒരു ചിരട്ടയും കൂടെ നമുക്ക് നന്നായിട്ട് കത്തി കിട്ടണം. അത് മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലുള്ള ഒരു ടിന്ന്, എന്താ പറയുക, ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഓയിലൊക്കെ ഒരു ടിന്നിൽ വാങ്ങൂലേ, ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു തേങ്ങയുടെ ഇതുണ്ടല്ലോ, ഇതിനൊക്കെ എന്താ ഇപ്പം പറയുക, ശരിക്കും ഞങ്ങൾ ചെപ്പ് എന്ന് പറയും, ചെപ്പ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ള പേരൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ചിരട്ടയുണ്ടല്ലോ, അപ്പോൾ അത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു തീയിലോട്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് ആളി കത്തും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഒരു ചെപ്പും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അത് കത്തി കിട്ടും. എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ അത് കത്തിയിട്ടൊരു കനൽ പോലെ ആകും. പിന്നെ ആ ഒരു കനലിൽ തന്നെയാണിത് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇനി നമ്മൾ ആ ഒരു അടുപ്പിലോട്ട് ഇനി തീ കത്തിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ല കനലുണ്ട്. അപ്പോൾ ആ ഒരു കനലിൽ തന്നെയാണ് ഇതിൻ്റെ അടിഭാഗം വേകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ആദ്യം ഒന്ന് ഇതുപോലെ നന്നായി കത്തി വരും. പിന്നീട് അതൊരു കനലായിട്ട് കുറേ നേരം അതിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയാണ് നമുക്കിത് ചുട്ടെടുക്കേണ്ടത് കേട്ടോ.
ഇപ്പോൾ ഇതിൻ്റെ അടുപ്പിൽ കാണുന്നില്ലേ, താഴെ അടുപ്പിൻ്റെ അകത്ത് നല്ല ഫുള്ള് കനലാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല കനലുണ്ടായാൽ മതി. പിന്നെ തീ കത്തിക്കണ്ട കേട്ടോ, അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ മുകൾ ഭാഗം കൂടി നല്ല കനലായി വരുന്നുണ്ട്. ഇങ്ങനെ തീയൊക്കെ കത്തിയിട്ട് ഇങ്ങനെ ഫുള്ള് കനലായിട്ട് കുറച്ച് നേരം വെച്ചാൽ മതി. നമ്മളിതൊരു 15-20 മിനിറ്റ് ഒക്കെ കൊണ്ട് റെഡി ആവും കേട്ടോ. കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അരമണിക്കൂർ, അതിനേക്കാളും കൂടുതൽ വേണ്ടി വരില്ല. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഉമ്മയും ബ്രദറിൻ്റെ വൈഫും അവരൊക്കെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായി മൊരിഞ്ഞ് ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടണം നമുക്ക്. അപ്പോൾ അപ്പോഴാണ് കഴിക്കാൻ. ഇങ്ങനെ നമ്മൾ എത്ര ഗ്യാസിൽ ചെയ്താലും ഈ ഒരു രീതിയിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഉരുളിയിൽ തന്നെ ചെയ്യണം, ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം ഇങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഉമ്മയുടെ കൂടെ ബ്രദറിൻ്റെ വൈഫും അവർ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. രണ്ട് പേരുണ്ട്, 2 ബ്രദറിൻ്റെ വൈഫും ഉണ്ട്. അവർ 2 പേരും നന്നായിട്ട് കുക്ക് ചെയ്യും, മാഷാ അല്ലാ. അപ്പോൾ ഇതാണ് നമ്മുടെ കൽത്തപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാസർഗോഡൻ ട്രഡീഷണൽ കൽത്തപ്പം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടുപ്പൊക്കെ ഉള്ളവർ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്